ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കുക. അതിനായിട്ട് 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ടത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. കോർണറുകൾ മടക്കിയെടുത്തതിന് ശേഷം ഈക്വൽ ഹാഫായിട്ട് രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. ഇനി ഈ പേപ്പർ നമുക്ക് ഡയമണ്ട് ഷേപ്പിലാക്കി മടക്കിയെടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്ക് പോർഷനിലെ പേപ്പറുകളും മടക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക, എന്നിട്ട് അതിലെ മടക്കിയ ഭാഗം ഒന്ന് നിവർത്തിയിട്ട് ഈ ഒരു രീതിയിലാക്കി എടുക്കുക. അങ്ങനെ എല്ലാ സൈഡിലെ പേപ്പറുകളും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. എല്ലാ സൈഡുകളും ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി ആ ട്രയാങ്കിൾ പോർഷൻ ഒഴിച്ച് ബാക്കിയുള്ള എക്സ്ട്രാ പീസസ് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് ചെയ്തെടുക്കാനുള്ളത്. രണ്ട് സൈഡുകളും സിസർ ഉപയോഗിച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി അതിൽ ഓരോന്നിൻ്റെയും സൈഡുകൾ ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ എല്ലാ ലെയറുകളും ഒരേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ട്രീ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാം. അതിനായിട്ട് ബ്ലാക്ക് കളറിൽ 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ എടുക്കുക. ഇതിൽ ലാസ്റ്റത്തെ ആ സ്റ്റെപ്പ് ഒഴിച്ച് നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ പേപ്പറും മടക്കിയെടുക്കേണ്ടത്.
ഇപ്പോൾ സെൻറ്ററിൽ നമുക്കൊരു ലൈൻ പോലെ കാണുന്നുണ്ടായിരിക്കും. ആ ലൈനിൻ്റെ 2 സൈഡിൽ നിന്നും സിസർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ എക്സ്ട്രാ പീസസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ ഓരോ ലെയറുകളും മടക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രിസ്മസ് ട്രീയിലുള്ള അതേ ലെയറുകൾ തന്നെയാണ് ഇതിലും ഉള്ളത്. ഇനി നമുക്ക് ട്രീ സ്റ്റാൻഡിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. വെക്കുന്ന സമയത്ത് ട്രീയുടെ ഓരോ ലെയറുകളും സ്റ്റാൻഡിൻ്റെ അതാത് ലെയറുകളിലേക്കായിട്ട് വെച്ച് അറേഞ്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ പല കളറുകളിൽ പല സൈസിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.